ഹൈ ഫ്രണ്ട്സ്, 4 days പോയ ഹീറോയ്ക്ക് കുട്ടി ജനിച്ചു. ട്വിൻസാണ്, ഒരു ബോയും ഒരു ഗേളും. ഹീറോയ്ക്ക് ഭയങ്കര കെയറിങ് ആയിട്ട് ഞങ്ങൾക്ക് നോക്കുമായിരുന്നു. ഹീറോ കോളേജ് വന്ന് ഹീറോയിൻ്റെ വരെ വേറെ ടീച്ചറിനെ വിട്ടായിരുന്നു. പിന്നെ ഹീറോയ്ക്ക് കുട്ടി ജനിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ്ക്ക് കോളേജിൽ കയറിയില്ല, ബിസിനസ് തന്നെ നോക്കുമായിരുന്നു. ജങ്കുക്ക് ആ കോളേജിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോ റിജക്റ്റ് ചെയ്തായിരുന്നു. ആ കോളേജിൽ വേണ്ട പറഞ്ഞായിരുന്നു. നന്നായിട്ട് ഹീറോയിൻ ജോലി നന്നായിട്ട് ചെയ്തായിരുന്നു. അതേ കമ്പനി ഒരു ബിസിനസ് കമ്പനിയാണ് ഹീറോയിൻ റൺ ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനിക്ക് വേറെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോയ്ക്ക് വേണ്ടി കെട്ടിയായിരുന്നു. ആ കമ്പനി ഹീറോയിൻ്റെ ചേട്ടന് ഗിഫ്റ്റായി കൊടുത്താണ്. ഹീറോയിൻ പുതിയ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് കമ്പനി ഭയങ്കര ഫേമസ് കമ്പനിയാണ്. ജങ്കുക്ക് ആ കമ്പനി അച്ചീവ് ചെയ്തായിരുന്നു. അത് ഫേമസ് കമ്പനിയാണ്. അത് ഐഡൽസ് കമ്പനീസ് ഐഡൽസ് ഫേമസ് ആക്ടിങ് ഭയങ്കര ഫേമസ് കമ്പനിയാണ്. അതിൽ എല്ലാ കാര്യവും ഉണ്ടാകും. അതുമാത്രമല്ല കമ്പനി പറഞ്ഞാൽ ടോപ്പ് ഫേമസ് കമ്പനിയാണ്. അതുമാത്രമല്ല ഫേമസ് ബിസിനസ് കമ്പനി. അതിലെല്ലാം ഗെയിംസ്, സ്റ്റോറി എങ്ങനെ ടൂറൊന്നും കഥകൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇങ്ങനെ ആഡ്, ഷൂട്ടിങ്, മൂവി അതെല്ലാം എടുക്കാൻ പറ്റുന്ന കമ്പനിയാണ്. അതുമാത്രമല്ല ഹീറോയിൻ പറഞ്ഞ ഓരോന്ന് കമ്പനി ഉണ്ട്. ഓരല്ല കെട്ട ബിസിനസ് കമ്പനിയെല്ലാം വെച്ച് അവരല്ല നല്ലവരല്ല. കെട്ട മനുഷ്യന്മാർ കുറേ തെറ്റ് ചെയ്യുന്നു. അത് അവരെല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ഹീറോയി പൊളിച്ചായിരുന്നു. അതുകൊണ്ട് എല്ലാം തെറ്റ് ചെയ്യുന്നവരെല്ലാം പിടിച്ച് ജയിലിലിട്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് അത് ഇൻഡ്യൂസ് ഇല്ല പറഞ്ഞ് ഹീറോയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ പറഞ്ഞു ബിസിനസ്. ജങ്കുക്ക് ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയിൻ ജങ്കുക്ക് പഠിക്കുമായിരുന്നു. പഠിച്ചിട്ട് ഗ്രാജുവേറ്റായിരുന്നു. ഹീറോയിനിട്ടായിരുന്നു വേണ്ട ജനിച്ചായിരുന്നു. അതിൽ ഇങ്ങനെ ഡേയ്സ് പോയത് ജങ്കുക്ക് വരുന്നത് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഗ്രാജുവേറ്റ് വന്നായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു എല്ലാവരോട് എല്ലാവർക്കും ഹായ് അങ്ങനെയായിട്ട് ഗ്രാജുവേറ്റായിട്ട് കടന്നു. അതിനായിട്ട് ഒരു പെണ്ണ് പ്രപ്പോസ് ചെയ്തത്. ജങ്കുക്ക് പറഞ്ഞു എനിക്ക് മാരേജായി. അതാണ് കുട്ടികളെല്ലാം കൂടി വന്ന് ഡാഡി എന്നെ ഹഗ് ചെയ്തായിരുന്നു. എല്ലാവരും ഷോക്കായി നോക്കിയത്. ജങ്കുക്ക് പറഞ്ഞു എനിക്ക് ഒരു ലവ് ഉണ്ടായിരുന്നു. അതെ, ഞാൻ കുറേ നാളായി അതെ ജങ്കുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് നോക്കാം. ജങ്കുക്ക് യഥാർത്ഥം നോക്കും. ഹീറോയിൻ അങ്ങനെയായിട്ട് എല്ലാം ഫൈറ്റ് ചെയ്തിരുന്നു. ജങ്കുക്ക് ഓൾറെഡി ഹീറോയിൻ ഒരു മാഫിയ കൊയിനത് അറിയാതെ ആക്ട് ചെയ്ത് മാത്രമാണ്. ഹീറോയിൻ ഒരു കുട്ടിയെ രക്ഷിച്ചായിരുന്നു. ഒരു ഗേളായിരുന്നു. അവൾക്ക് 16 നാലഞ്ച് ബോയ്സ് ഹീറോയിൻ ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്യാമെന്നൊക്കെ അങ്ങനെയായിട്ട് പെണ്ണ് നന്നായിട്ടുണ്ട്. അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് ഹീറോയിൻ രക്ഷിച്ച പോലെ ടച്ച് ചെയ്യുന്നു. ഞങ്ങൾക്ക് അപ്പമാണ് ഫ്ലാറ്റായത്. ഹീറോയിനെ ഫോളോ ചെയ്ത് തുടങ്ങിയത്. കുറച്ച് ആ പെണ്ണ് വന്ന് ടച്ച് ചെയ്തിട്ട് ജങ്കുക്ക് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഹീറോയിനെ മാരേജ് കഴിക്കാൻ ഹീറോയിനോട് പറഞ്ഞു. ജങ്കുക്ക് ഹീറോയിനെ കണ്ട് ഓക്കെ എന്ന് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ജങ്കുക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കൺട്രോൾ പോയി ഹീറോയിൻ കൂടെ ക്ലോസ് ആയി. പിന്നെ ഇപ്പോൾ ജങ്കുക്ക് പറയായിരുന്നു ഞാൻ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു.